നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പൈപ്പ് ജോയിന്റുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് പൈപ്പ് ജോയിന്റുകളും അതിൻ്റെ ആപ്ലിക്കേഷനും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിലാദ്യം വരുന്നത് സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഇതിനൊരു സോക്കറ്റ് എൻഡും ഉണ്ടാവും, ഒരു സ്പിഗോട്ട് എൻഡും ഉണ്ടാവും. സോക്കറ്റ് എൻഡ് ഒരു എൻലാർജ്ഡ് ബെൽ ഷേപ്പ് എൻഡിനെയാണ് നമ്മൾ സോക്കറ്റ് എൻഡ് എന്ന് പറയുന്നത്. ഒരു പ്ലെയിൻ എൻഡിനെ, സ്ട്രെയിറ്റ് പ്ലെയിൻ എൻഡിനെ സ്പിഗോട്ട് എൻഡ് എന്ന് പറയും. ഈ സ്പിഗോട്ട് എൻഡ് സോക്കറ്റ് എൻഡിലേക്ക് ഇറങ്ങിയിരിക്കും. ഇതിനിടയിലുള്ള സ്പേസിൽ നമ്മൾ റോപ്പ് ഫില്ല് ചെയ്യും. റിമൈനിങ് സ്പേസിൽ ലെഡ് ഫില്ല് ചെയ്ത് സോൾഡിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് ഈസ് യൂസ്ഡ് ഫോർ പൈപ്പ് ബറീഡ് ഇൻ എർത്ത്. എർത്തിൽ ബറി ചെയ്തിരിക്കുന്ന പൈപ്പിൽ യൂസ് ചെയ്യുന്ന ജോയിന്റ് ഏതാണ്? സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണ്. ഇത് കമ്പാരിറ്റീവ്ലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പ് ജോയിന്റ് ആണ്. അതായത് എർത്തിൻ്റെ ലെവലിലുണ്ടാകുന്ന ചെറിയ ലെവൽ ഡിഫറൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ജോയിന്റ് ആണ് എന്ത്? സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും റോഡ് സൈഡിലൊക്കെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലൈനിലൊക്കെ ഈ ഒരു ടൈപ്പ് ജോയിന്റ് ആയിരിക്കും നമ്മൾ പൈപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ സ്പിഗോട്ട് ആൻഡ് സോക്കറ്റ് ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പൈപ്പ് ബറീഡ് ഇൻ എർത്തിലാണ്. അത് ഫ്ലെക്സിബിൾ ജോയിന്റ് ആണ്. ഇനി നെക്സ്റ്റ് ജോയിന്റ് സോക്കറ്റ് ഓർ കപ്ലർ ജോയിന്റ്. സോക്കറ്റ് അല്ലെങ്കിൽ കപ്ലർ ജോയിന്റ് ഏറ്റവും കോമൺ ആയിട്ട് പൈപ്പിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ജോയിന്റ് ആണ് എന്ത്? സോക്കറ്റ് അല്ലെങ്കിൽ കപ്ലർ ജോയിന്റ് എന്ന് പറയുന്നത്. ഇതിന് ഇന്റേണൽ ത്രെഡാണ് ഉണ്ടാവുക. രണ്ട് സൈഡിലും ഇന്റേണൽ ത്രെഡുള്ള സ്മോൾ പീസ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോക്കറ്റ് അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയുന്നത്. അതായത് ഈ പൈപ്പിന്റെ രണ്ട് സൈഡിലും എന്തുണ്ടാവും? ഇന്റേണൽ ത്രെഡ് ഉണ്ടാവും. ഓരോ സൈഡിലും എക്സ്റ്റേണൽ ത്രെഡുള്ള പൈപ്പിനെ ജോയിൻ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രണ്ട് പൈപ്പുകൾ തമ്മിലിവിടെ ജോയിൻ ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് ലോ പ്രഷർ വാട്ടർ ലൈനിലും അതുപോലെ സ്മോൾ സൈസ് ആയിട്ടുള്ള പൈപ്പ് കണക്ഷൻസിലൊക്കെയാണ് ഈ ഒരു ടൈപ്പ് സോക്കറ്റ് ഓർ കപ്ലർ ജോയിന്റ് ഉപയോഗിക്കുന്നത്. പൈപ്പ് ക്യാരിങ് വാട്ടർ അറ്റ് ലോ പ്രഷർ അതുപോലെ സ്മോൾ സൈസ് ആയിട്ടുള്ള പൈപ്പ് ലൈൻസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? സോക്കറ്റ് ഓർ കപ്ലർ ജോയിന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സോക്കറ്റ് അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സൈഡിലും ഇന്റേണൽ ത്രെഡുള്ള സ്മോൾ പീസ് ഓഫ് പൈപ്പിനെയാണ് നമ്മൾ സോക്കറ്റ് അല്ലെങ്കിൽ കപ്ലർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ജോയിന്റ് യൂണിയൻ ജോയിന്റ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് യൂണിയൻ ജോയിന്റ്. ഇതിനൊരു മെയിൽ എൻഡും ഉണ്ടാവും, ഒരു ഫീമെയിൽ എൻഡും ഉണ്ടാവും. അതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ നട്ടായിരിക്കും. ഫീമെയിൽ എൻഡ് ത്രെഡഡ് ആയിരിക്കും. ഈ മെയിൽ എൻഡിനെയും ഫീമെയിൽ എൻഡിനെയും ചേർത്ത് വെച്ചതിന് ശേഷം ഈ എക്സ്റ്റേണൽ നട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതുപോലൊരു ജോയിന്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ജോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണിയൻ ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിയൻ ജോയിന്റിൽ നമുക്ക് പൈപ്പിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ പൈപ്പ് കണക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ജോയിന്റ് പ്രൊവൈഡ് ചെയ്യാനും ജോയിന്റ് നിന്ന് റിമൂവ് ചെയ്യാനും പറ്റും. പൈപ്പിങ്ങിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ കണക്ഷൻസ് പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ആണ് എന്ത്? യൂണിയൻ ജോയിന്റ്. അപ്പോൾ ഇതിന് ഒരു ഫീമെയിൽ എൻഡ് ഉണ്ടാവും, ഒരു മെയിൽ എൻഡ് ഉണ്ടാവും. രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹെക്സഗണൽ നട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: പൈപ്പിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതെ പൈപ്പ് കണക്ഷൻസ് പെർമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വരിക. അതെന്താണ്? യൂണിയൻ ജോയിന്റ് ആണ്. ഇനി നെക്സ്റ്റ് എക്സ്പാൻഷൻ ജോയിന്റ്. ഈ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത് പേര് പോലെ തന്നെ എക്സ്പാൻഷൻ നടക്കുന്ന കണ്ടീഷൻസിൽ, പൈപ്പ് ഫ്ലോയിൽ എക്സ്പാൻഷൻ നടക്കുന്ന കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്ന ജോയിന്റ് ആണ് എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് തെർമൽ എക്സ്പാൻഷൻ ഒക്കെ പോസിബിൾ ആയിട്ടുള്ള ടൈപ്പ് ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ജോയിന്റ് ആണ് എന്ത്? ഈ എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. അതായത് പൈപ്പ് ക്യാരിങ് സ്റ്റീം അറ്റ് ഹൈ പ്രഷർ, അങ്ങനെ ഹൈ ടെമ്പറേച്ചർ ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു എക്സ്പാൻഷൻ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഷൻ നടക്കുന്ന പ്ലേസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ജോയിന്റ് ആണ് എന്ത്? എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. ഈ എക്സ്പാൻഷൻ ജോയിന്റിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഒരു എൻലാർജ്ഡ് എൻഡും അതിനുള്ളിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു പ്ലെയിൻ എൻഡും ഉണ്ടാവും. ഈ പ്ലെയിൻ എൻഡിനെയും എൻലാർജ് എൻഡിനെയും ഇടയിൽ ലീക്ക് പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാൻഡ് പാക്കിംഗ് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബോൾട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇത് രണ്ടിൻ്റെ ഇടയിൽ, പ്ലെയിൻ എൻഡിൻ്റെയും എൻലാർജ് എൻഡിൻ്റെ ഇടയിൽ ഒരു സ്റ്റേ ബോൾട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ സ്റ്റേ ബോൾട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ പ്ലെയിൻ എൻഡിന് ഈ എൻലാർജ് എൻഡിൻ്റെ ഉള്ളിലേക്ക്
ഈ സ്റ്റേ ബോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന അത്രയും ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യാൻ പറ്റും, ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാൻ പറ്റും. അതായത് ഹൈ പ്രഷർ ആക്ട് ചെയ്യുമ്പോൾ ഈ ജോയിന്റ് എക്സ്പാൻഡ് ചെയ്യും, ഇത് ഔട്ട്വേർഡിലേക്ക് മൂവ് ചെയ്യും. ഈ സ്റ്റേ ബോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ ജോയിന്റ് എന്ത് ചെയ്യാവില്ല, ജോയിന്റ് റിമൂവ് ആയി പോവില്ല. അപ്പോൾ ഈ പ്ലെയിൻ എൻഡിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സ്പാൻഡ് എൻഡിൽ പ്രഷറിനനുസരിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള ജോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പാൻഷൻ ജോയിന്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ജോയിന്റ് ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. ഫ്ലാഞ്ച്ഡ് ജോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് പൈപ്പിന്റെ രണ്ട് എൻഡിൽ ഫ്ലാഞ്ചസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫ്ലാഞ്ചസിന്റെ ഇടയിൽ ഒരു ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് നട്ടും ബോൾട്ടും വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലാഞ്ച്ഡ് ജോയിന്റ് എന്ന് പറയുന്നത്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ജോയിന്റ് കൂടിയാണെന്ത് ഈ ഫ്ലാഞ്ച്ഡ് ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത്. രണ്ട് ഫ്ലാഞ്ചസ് എൻഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഫ്ലാഞ്ചസിൻ്റെ ഇടയിൽ ഒരു ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് ഫ്ലാഞ്ചസിനെ നട്ടും ബോൾട്ടും വെച്ച് ടൈറ്റ് ചെയ്യുന്ന ടൈപ്പ് ജോയിന്റ് ആണെന്ത് ഫ്ലാഞ്ച്ഡ് ജോയിന്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പൈപ്പ് ഡ്രോയിങ്ങിനെ പറ്റിയിട്ടാണ്. നമ്മൾ പൈപ്പ് ഡ്രോയിങ്ങിൽ രണ്ട് തരത്തിലുള്ള ഡ്രോയിങ് ഉണ്ട്, ഡബിൾ ലൈൻ ഡ്രോയിങ്ങും സിംഗിൾ ലൈൻ ഡ്രോയിങ്ങും. ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഡബിൾ ലൈൻ ഡ്രോയിങ് ആണ്. അതായത് രണ്ട് ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പൈപ്പിങ്ങിൻ്റെ ഡ്രോയിങ് അല്ലെങ്കിൽ പൈപ്പിംഗ് നമ്മൾ എന്ത് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് ഏറെക്കുറെ പിക്ടോറിയൽ ആയിട്ടുള്ള ഡ്രോയിങ് ആണ്. അതായത് കറക്റ്റ് എക്സാക്ട്ലി എങ്ങനെയാണോ അതുപോലെ തന്നെയുള്ള ഡ്രോയിങ് ആണ് ഈ ഡബിൾ ലൈൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. അതായത് പിക്ടോറിയൽ ഡ്രോയിങ് ആണ് ഡബിൾ ലൈൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. വിഷ്വലൈസേഷന് കുറച്ചുകൂടെ എളുപ്പമുള്ള ടൈപ്പ് ജോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ ലൈൻ ഡ്രോയിങ് ആണ്. അതുപോലെ പൈപ്പിംഗ് ഇന്റർഫറൻസ് വരുന്നുണ്ടോ, പൈപ്പ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഡ്രോയിങ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഡബിൾ ലൈൻ ഡ്രോയിങ് ആണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഓരോ ജോയിന്റുകളും അതുപോലെ വാൽവുകളൊക്കെ കൃത്യമായിട്ട് ഒരു പിക്ചറിൽ എന്ന പോലെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ജോയിന്റ് ആണെന്ത് ഈ ഡബിൾ ലൈൻ ഡ്രോയിങ്. ഇനി നെക്സ്റ്റ് പൈപ്പ് ഡ്രോയിങ് ആണ് സിംഗിൾ ലൈൻ ഡ്രോയിങ്. ഇവിടെ ഒരു സിംഗിൾ ലൈനും സിമ്പിൾസും വെച്ചിട്ടായിരിക്കും നമ്മൾ പൈപ്പിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന സെയിം പൈപ്പിംഗ് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ഒരു സിംഗിൾ ലൈനും സിമ്പിൾസും വെച്ചിട്ടാണ് നമ്മുടെ പൈപ്പിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് സിംഗിൾ ലൈൻ ഡ്രോയിങ് ആണ്. വളരെ സിമ്പിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് ആണെന്ത് ഈ സിംഗിൾ ലൈൻ പൈപ്പ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിംഗിൾ ലൈൻ ഡ്രോയിങ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻഡസ്ട്രീസിലൊക്കെ P&ID ഡ്രോയിങ് എന്തായിരിക്കും, ഈ സിംഗിൾ ലൈൻ പൈപ്പ് ഡ്രോയിങ് ആയിരിക്കും. പ്രോസസ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം അല്ലെങ്കിൽ പ്രോസസ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാം ഡ്രോയിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സിംഗിൾ ലൈൻ ഡ്രോയിങ് ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. P&ID ഡ്രോയിങ് സിംഗിൾ ലൈൻ ഡ്രോയിങ് ആണ്. വളരെ സിമ്പിളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഡ്രോയിങ് ആണ് സിംഗിൾ ലൈൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കാനും കാരണം. ഇനി ഈ പൈപ്പ് ഫിറ്റിങ്ങിന് നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പൈപ്പ് ഫിറ്റിംഗ് സിമ്പിൾസ് ആണ്. ഓരോ കമ്പണൻറ്റിൻ്റെ സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിലുള്ള സിമ്പലും ഡബിൾ ലൈൻ ഡ്രോയിങ്ങിലുള്ള സിമ്പലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിലുള്ള സിമ്പലും ഡബിൾ ലൈൻ ഡ്രോയിങ്ങിലുള്ള സിമ്പലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഫിഗർ വെച്ചിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ കപ്ലിംഗ് ആണെങ്കിൽ ഇതാണ് സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിലെ സിമ്പൽ, ഇതാണ് ഡബിൾ ലൈൻ ഡ്രോയിങ്ങിലെ സിമ്പൽ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പ്ലഗിൻ്റെ സിമ്പൽ ഇതാണ് സിംഗിൾ ലൈൻ ഡ്രോയിങ്ങിൽ, ഡബിൾ ലൈൻ ഡ്രോയിങ്ങിൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് പൈപ്പ് ഫിറ്റിംഗ് സിമ്പിൾസ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. സിമ്പിൾ ചോദിച്ചിട്ട് അത് ഏതിൻ്റെതാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും സിമ്പിൾസ് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൈപ്പ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.